ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ലംബർജാക്ക് കേക്കാട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കേക്ക് ആവശ്യമായിട്ടുണ്ട്. അതായത് ചോക്ലേറ്റ് കേക്ക് വേണം, അതുപോലെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വേണം, പിന്നെ ഒരു പിങ്ക് വെൽവെറ്റ് കേക്ക് വേണം. ഇതിൽ പിങ്ക് വെൽവെറ്റ് കേക്ക് ഞാൻ കേക്ക് മിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് വേണമെന്ന്. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വിനാഗിരി അല്ലെങ്കിൽ കേടായാലും മതി, തൈര് അല്ലെങ്കിൽ നാരങ്ങാ നീര്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതാണെങ്കിലും 1/2 ടീസ്പൂൺ ആണ് ചേർക്കേണ്ടത്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. പിന്നെ തണുപ്പില്ലാത്ത പാല് തന്നെ എടുക്കുക. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പിലോട്ട് വെച്ച് ആ തണുപ്പൊന്ന് മാറ്റിയിട്ട് മാത്രം ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. ഇനി ഇത് ഇത്രയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാൻ 3/4 കപ്പ് പഞ്ചസാര പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ മിക്സ് ആവണം. അതായത് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തില്ലേ, അതെല്ലാം എല്ലായിടത്തും നല്ലപോലെ എത്തണം. എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്കായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം നല്ലപോലെ മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചില്ലേ ബട്ടർ മിൽക്ക്, അത് ചേർത്ത് കൊടുക്കണം. നമ്മൾ പാലും വിനാഗിരിയും കൂടെ മിക്സ് ചെയ്തില്ലേ, ആ ഒരു മിക്സ്ചറാണിത്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാനില പൗഡർ ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരിക്കലും ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കണ്ടാൽ പിന്നെയും നിങ്ങൾ മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സൂപ്പർ റെഡ് ആണ്. ഈ സൂപ്പർ റെഡ് നല്ല റെഡ് കളർ തരൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് റെഡ് കളർ കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ, ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം, ഓവൻ ഇല്ലാതെയും ബേക്ക് ചെയ്യാം. ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന്. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണുക, ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം, മുമ്പത്തെ വീഡിയോസ് കാണാം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്യാം. നിങ്ങൾ ഓവൻ ഇല്ലാതാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ബേക്ക് ചെയ്യുക. ഏകദേശം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാം. 30 മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക, ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓവനിലാണെങ്കിൽ ഒരു 170 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഏകദേശം ഒരു 30-40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കൺവെക്ഷൻ ആണെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റ് ആവത്തേ ഉള്ളൂ. OTG ആണെങ്കിൽ ഏകദേശം 40-45 മിനിറ്റ് വരെയൊക്കെ എടുക്കും. അപ്പം നമുക്ക് ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേക്ക് റെഡിയാക്കണം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറിയതിന് ശേഷം ഈ ടിന്നിൽ നിന്ന് പുറത്തെടുക്കണം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ, എന്നിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഇതിൽ നിന്നൊന്ന് പുറത്തെടുക്കാം.
ഇനി ഈ കേക്ക് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ബട്ടർ മിൽക്കാണ്. 3 ടേബിൾ സ്പൂൺ ബട്ടർ മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ട് കിട്ടും. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചൂടുള്ള വെള്ളമാണ്. അതും 3 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കോഫി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ആ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചേർക്കുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ മെല്ലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരിക്കലും നിങ്ങൾ ഓവറായിട്ട് ഇത് മിക്സ് ചെയ്യാൻ പാടില്ല. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു എന്ന് കണ്ടാൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കേക്ക് ബാറ്റർ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഓവനിലാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാം. ഓവൻ ഇല്ലാതാണെങ്കിൽ ലോ ഫ്ലെയിമിൽ, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഓവൻ ഇല്ലാതാണെങ്കിൽ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 40-45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാം. അപ്പം ഞാനിത് ബേക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് വെക്കാം കേട്ടോ. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് പിങ്ക് വെൽവെറ്റ് കേക്കാട്ടോ. ഈ പിങ്ക് വെൽവെറ്റ് കേക്ക് ഞാൻ ചെയ്യുന്നത് കേക്ക് മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ വൈറ്റ് കേക്ക് മിക്സ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് തരം കേക്ക് വേണമെങ്കിലും റെഡിയാക്കാൻ പറ്റും. ഞാനൊരു മിക്സിയുടെ ജാർ വെച്ചിട്ടാണ് ഈ കേക്ക് ബാറ്റർ ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതേ അളവിന് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കാം. എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ കേക്ക് മിക്സ് നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 കപ്പ് കേക്കിൻ്റെ മിക്സാണ്. അപ്പോൾ ഞാൻ അളന്നെടുത്ത കേട്ടോ 2 കപ്പ് കേക്ക് മിക്സ്. ഇനി ഇതൊന്നുകൂടി എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ലോ സ്പീഡിലിട്ടിട്ട് എല്ലാം കൂടെ നല്ല മിക്സ് ആവുന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് പാനിലേക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ ഓവനിലാണെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഓവൻ ഇല്ലാതാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് കാണുക. ഓവൻ ഇല്ലാതാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്താൽ മതി. ഒരു 35 മുതൽ 40 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ പിങ്ക് വെൽവെറ്റ് കേക്കും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ലംബർജാക്ക് കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്ന ക്രീം വിവോയുടെ ഈ ട്രഫിൾ ക്രീമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീമിലേക്ക് ഒന്നുകിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 260 രൂപയാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്രീമിനെ പറ്റിയിട്ട്.
ഇതിൽ നിന്ന് നമുക്ക് ഒരു 1.5 കപ്പ് ക്രീം ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബൗൾ നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ, എന്നാലേ നല്ലതായിട്ട് സ്റ്റിഫായിട്ട് വരത്തുള്ളൂ. പിന്നെ കുറച്ച് ഐസ് വെള്ളത്തിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. പെട്ടെന്ന് മെൽറ്റായി പോകത്തുമില്ല നമ്മുടെ ക്രീം. അപ്പോൾ ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിൽ മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടി ഹൈ സ്പീഡിലോട്ട് മാറ്റുക. എന്നിട്ട് നല്ല സ്റ്റിഫാകുന്നവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലംബർജാക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ 3 കേക്കും നമ്മൾ ഇതേ സെയിം രീതിയിൽ കട്ട് ചെയ്യണം. കണ്ടോ, ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതുപോലുള്ള കട്ടർ ഇല്ല എന്നുള്ളവർക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ തന്നെ ബാക്കി 3 കേക്കും ഇതേ രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കാണ്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് പിങ്ക് വെൽവെറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ വേണം ഇത് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുത്തു എന്നേ ഉള്ളൂ. ചോക്ലേറ്റ് ഗനാഷ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിരിക്കും കേട്ടോ, കാണാനും കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ആണെങ്കിൽ നമുക്കൊരു 100 ഗ്രാം വേണ്ടി വരും. 100 ഗ്രാം ചോക്ലേറ്റിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ചോക്ലേറ്റ് ഗനാഷ് റെഡിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങ് ലൂസായാൽ ഒരല്പം നേരം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ വിപ്പിംഗ് ക്രീം പോലെ ഇതുപോലെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. വേറെ പല രീതിയിലും ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ വീണ്ടും കേക്ക് അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ പിങ്ക് വെൽവെറ്റ് കേക്ക് വെച്ചു, അതിൻ്റെ നടുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ചു, അതിൻ്റെ സെൻറ്ററിലായിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുത്തു. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കാം. ഫുള്ളായിട്ട് ഈ ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് വേണം ബാക്കി ഡെക്കറേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചോക്ലേറ്റിലേക്ക് ഞാൻ ഈ ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു 3/4 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അതായത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കുക, അതിൻ്റെ മുകളിൽ ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് ഇത് മെൽറ്റ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇനി അടുത്തതായിട്ട് ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം റെഡിയാക്കി, അതുപോലെ നമ്മുടെ ചോക്ലേറ്റും വിപ്പിംഗ് ക്രീം കൂടി മെൽറ്റ് ചെയ്തത് കൂടി റെഡിയായിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചൂടോടുകൂടി നിങ്ങൾ വിപ്പിംഗ് ക്രീമും ഈ ചോക്ലേറ്റും തമ്മിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാനിതിപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നോസിൽ സ്റ്റാർ നോസിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ